ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സൈസ് ബ്രെഡ് ആയതുകൊണ്ടാണ് ഈ ഒരു 10 എടുത്തത്. വലുതാണെങ്കിൽ ഒരു 8 എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇതാ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സിങ് മാത്രം ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഈസി ആയിട്ട് ആക്കണമെങ്കിൽ എഗ് ബീറ്റർ വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഹാൻഡ് മിക്സോടൊന്ന് ചെയ്ത് കൊടുക്കുന്നതിൽ ഇനി നമുക്ക് മുട്ടൻ്റെ മണം പോകാനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിത് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടാണ്. ഇതുവരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഒരു ബ്രെഡ് പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ഈസിയാണ്. പിന്നെ കഴിക്കാനോ വേണമെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഈ ഒരു വിധമാകണം കേട്ടോ. ഇനി ഇതൊരു 10-5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഒരു സമയം കൂടി നമുക്ക് ഒന്ന് കാരമൽസ് ആക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു കേക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇതൊരു 6 ഇഞ്ച് പാനാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫോയിലിട്ടിട്ടൊന്ന് വെള്ളമൊക്കെ കയറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയം ഇതിനുള്ളിലേക്ക് വെള്ളം കയറും. അതുകൊണ്ടൊന്ന് ഫോയിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഹോളാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതാണ് സ്റ്റീമറിൽ ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 30-40 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ തയ്യാറാവും. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് പുഡിങ് തയ്യാറായോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ടൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണില്ലേ, ഒന്നും നമ്മുടെ കത്തിക്കൊന്നും മാവ് ഒന്നും ഒട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് സൈഡൊക്കെ ഇതേപോലെ കത്തിയോടെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പുഡിങ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തു നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ടാക്കിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ടാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.